മസാല എഗ് ദോശ, ഗ്രീൻ പീസ് ആഡ് ചെയ്ത ഒരു മസാല എഗ് ദോശ. അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഞാൻ ഒരു കപ്പ് ക്രീം പീസ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് മാറ്റാം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കാം. തക്കാളി ഇട്ടെടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് വേവിപ്പിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു മുട്ടി കൊണ്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മസാലയൊക്കെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ. ഇനി ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇന്നലെ രാത്രി ഒരു പാത്രത്തിൽ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയ ദോശമാവല്ല, പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴേക്ക് ദോശമാവ് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശയിലേക്ക് ഒന്ന് ബേസ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കാൻ കുറച്ച് റെഡ് ചില്ലി സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കാം. ഇങ്ങനെ സാധാ ദോശ ചുടുന്ന പോലെ മാവ് ഒഴിച്ച് കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലാണ് ദോശ ചുടാറ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസ് കൊണ്ടുണ്ടാക്കിയ കോട്ടിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും സോയാ സോസും നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇട്ട് കൊടുക്കാം. ദോശയുടെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. ഇനി വെന്ത് വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റി ഇനി ഇതൊന്ന് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം.
ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് എഗ് മസാല ദോശ. ഇനി രണ്ടാമത്തെ ദോശ ആദ്യം ചുട്ട പോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ച് അതിലേക്ക് നമുക്ക് ദോശമാവ് ആഡ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്നത് ദോശപ്പൊടി കൊണ്ടാണ്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് തലേന്ന് രാത്രി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്ക് ഒന്ന് മാവായി കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല ദോശ കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മടക്കിയെടുക്കണം. അങ്ങനെ രണ്ടാമത്തെ ദോശയും മൂന്നാമത്തെ ദോശയും ചുട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം പീസ് എഗ് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മെസ്സേജ് അയക്കണം. താങ്ക് യു.